GHFന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ദേശീയ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ നിന്നും പുതിയൊരു പദ്ധതി നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതി എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്നത് കഴുത വളർത്തലിന് വേണ്ടി സബ്സിഡി നൽകുന്നതാണ്. 50 ലക്ഷം രൂപ വരെയാണ് ഒരു ആൾക്കോ ഒരു സംഘടനയ്ക്കോ ലഭ്യമാകുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും പരിഹസിക്കുന്ന കഴുതകൾ ഇന്ന് വെറുമൊരു മൃഗമല്ല, ലക്ഷ്യങ്ങൾ കൊയ്യുന്ന ഒരു ബിസിനസ് സാമ്രാജ്യമാണ്. ഇന്ത്യയിൽ കഴുതകളുടെ എണ്ണം 60% കുറഞ്ഞ സാഹചര്യത്തിൽ ഈ മേഖലയെ കൈപിടിച്ചുയർത്താൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിപ്ലവകരമായ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാം. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM വഴി കഴുത വളർത്തൽ കേന്ദ്രങ്ങൾ തുടങ്ങുന്നവർക്ക് 50 ലക്ഷം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നത്. പദ്ധതിയുടെ ആകെ ചിലവിന്റെ 50% സബ്സിഡിയായി ലഭിക്കുമെന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യക്തികൾക്ക് മാത്രമല്ല, സ്വയം സഹായ ഗ്രൂപ്പുകൾ, SHG, കർഷക കൂട്ടായ്മകൾ, FPO, സഹകരണ സംഘങ്ങൾ എന്നിവർക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കും. കുറഞ്ഞത് 50 പെൺകഴുതകളും 5 ആൺകഴുതകളും അടങ്ങുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത്. ഇതിനായി അപേക്ഷകർ nlm.udyamimitra.in എന്ന പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. എന്തുകൊണ്ടാണ് കഴുത വളർത്തൽ ഇത്ര ലാഭകരമാകുന്നത്? ഉത്തരം കഴുതപ്പാലിലാണ്. ലിറ്ററിന് 5000 മുതൽ 7000 രൂപ വരെ വിലയുള്ള കഴുതപ്പാൽ ഔഷധഗുണങ്ങളാലും പോഷകങ്ങളാലും സമ്പന്നമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും മരുന്നുകളുടെയും നിർമ്മാണത്തിന് ഇത് വൻതോതിൽ ഉപയോഗിക്കുന്നു. പാല് മാത്രമല്ല, കഴുതത്തോൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇജിയാവ് പോലുള്ള മരുന്നുകൾക്ക് ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വൻ ഡിമാൻഡാണ്. ഇത് നമ്മുടെ കർഷകർക്ക് വലിയൊരു കയറ്റുമതി സാധ്യതയാണ് തുറന്നു നൽകുന്നത്. പദ്ധതിക്കായി ബാങ്ക് വായ്പ അനുവദിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയുടെ ആദ്യ ഗഡു ലഭിക്കും. ഫാം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തിയ ശേഷമാണ് ബാക്കി തുക അനുവദിക്കുന്നത്. കൂടാതെ മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 1.6 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. കൃത്യമായ ആസൂത്രണവും സർക്കാരിന്റെ ഈ സാമ്പത്തിക സഹായവുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ മേഖലയിൽ വിജയിക്കാം. വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു ജീവിവർഗത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളും ഒരുങ്ങിക്കോളൂ, ഇതൊരു പുത്തൻ വിപ്ലവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇത് ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട. അതുപോലെ തന്നെ കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.